Assalamualaikum, welcome to Delicious Recipes at എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 1.5 കുടം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു 1-2 കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളി ഞാൻ കുറച്ചൊന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചെറിയ ഉള്ളി ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് നമുക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് പറഞ്ഞു പോകാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതിൻ്റെ 3/4 ഭാഗത്തോളം ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച് മാത്രം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്. അത് ഈ 3-4 എണ്ണവും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകണ്ട, പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ബീഫ് 1 കിലോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളം കളയാനായിട്ട് വെച്ചേക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അപ്പോൾ ഞാനൊരു 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില. അപ്പോൾ നല്ലൊരു മണമാണ് ഇങ്ങനെ കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല നമ്മുടെ വീട്ടിലെല്ലാം കൂടെ പൊടിച്ച് വെച്ചതുണ്ടാവുമല്ലോ, അപ്പോൾ അത് ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. പക്ഷേ ബിരിയാണി മസാല ആകുമ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ ആയിരിക്കും, കാരണം നമ്മളെല്ലാം കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതല്ലേ. അപ്പോൾ ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ബാക്കി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനെടുക്കാം. അപ്പം ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ മൊത്തത്തിൽ ഒരു 5 വിസിൽ വരെ മതിയാവും. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബീഫിനനുസരിച്ച് ഒരു 4 വിസിൽ മതിയാവും. വേവ് കൂടുതലാണെന്ന് തോന്നുന്നതെങ്കിൽ മാത്രം 5 വിസിലടിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഒന്നായി വരുന്ന ആ നേരം കൊണ്ട് നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചത്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറവോ അങ്ങനെയൊന്നും ആവണ്ട. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പം അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി നീളത്തിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റി വെച്ചത് ഇന്ന് കുറച്ച് ഇഞ്ചി എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് അടുത്ത് ചേർക്കുന്നത്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് ഞാൻ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും
കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി അതും ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമ്മൾ ചേർത്ത ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നന്നായിട്ട് വഴണ്ട് ഒരു ചെറിയൊരു കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു ഇത്രയും ആയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ബീഫിലേക്ക് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കാനായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഞാൻ ഇടുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതെന്തായെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒട്ടും തന്നെ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതിലേക്കൊരു 3-4 ഗ്രാമ്പു, അതുപോലെ ഒരു 3-4 ഏലക്ക, 3-4 കഷ്ണം കറുകപ്പട്ട, ഒരു തക്കോലം ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കാണിച്ച മസാല ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും ഇങ്ങനെ ചതച്ചിട്ടാൽ. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും കൂടെ ചേർത്ത് നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നോർമലി അല്ലാതെ പൊടികൾ മാത്രം ഉപയോഗിച്ച് വെക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കുറച്ച് നേരം ഇത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, നിറയെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല കളറും അതുപോലെ തന്നെ എരിവുമുള്ള മുളക് പൊടിയാണ്. അപ്പം ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്കിനി ഇത് മിക്സ് ചെയ്യുന്ന സമയത്താണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം ഇങ്ങനെ ചേർക്കുന്നതാണ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പം ഇത് കണ്ടോ, നേരത്തെ ഉള്ളതിൽ നിന്നും ഒരുപാട് മാറി. ഇനി ഇത് പോരാ, നമുക്കിത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പം ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രൈ ആയിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഇനി ഇത് ബീഫ് നന്നായിട്ട് നമുക്ക് ഇളക്കി നല്ല ഡ്രൈ ആവണത് അതുവരെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ബീഫ് കളറൊക്കെ മാറി തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസം, കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പോരാ, വീണ്ടും ഇത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാൻ. അങ്ങനെ ഞാനിതൊരു വീണ്ടും ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ബീഫ് ഫ്രൈ ഇതേ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. സൂപ്പറാണിത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് അറിയിക്കാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.